എല്ലാവർക്കും നമസ്കാരം. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഉണ്ടായ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന സമര കോലാഹലങ്ങൾ, ഇതിൻ്റെ പിതാവ്, അതായത് ഒരു കുഞ്ഞാണെന്ന് വിചാരിക്കുക, ഈ സമരം ഒരു കുഞ്ഞാണ്. ഇതിൻ്റെ പിതൃത്വ അവകാശം ഇപ്പോൾ അടിച്ചു മാറ്റാനായിട്ടുള്ള വലിയൊരു മത്സരമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സമരം അവിടെ ഉണ്ടാക്കിയത് ആരാണ് പ്ലാൻ ചെയ്തത്? ആ കഥയിലേക്ക് നമുക്കൊന്ന് പോവാം. അതായത് ആദ്യത്തെ നീറ്റ് പരീക്ഷ 2026 കഥയാണ് പറയണത്. നമുക്ക് ഇതിന് മുന്നേ 6-7 പ്രാവശ്യം നീറ്റ് പരീക്ഷ ചോർന്നതും പ്രശ്നങ്ങളും അത് ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. UPA സർക്കാർ ഭരിക്കുമ്പോൾ നീറ്റ് പരീക്ഷകൾ ഇതേമാതിരി ചോദ്യപേപ്പർ പുറത്തായതിന് ശേഷം ഒരു വർഷം നീറ്റ് പരീക്ഷയെ കണക്കിലെടുക്കാതെ അതാത് സംസ്ഥാനങ്ങൾ നേരിട്ട് അഡ്മിഷൻ കൊടുത്ത കഥയുണ്ട്, ഗതി മുട്ടിയിട്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഒരു 5-6 വർഷത്തെ നീറ്റ് പരീക്ഷ ചരിത്രം അവിടെ നിലനിൽക്കുമ്പോൾ, അതായത് UPA സർക്കാരാണ്, മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് ഈ നീറ്റ് പരീക്ഷ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തുടക്കം മുതലേ അതിൽ പ്രശ്നം തന്നെയായിരുന്നു. ഇത് ഞാൻ ഭരിക്കുന്നവരെ കുറ്റം പറയില്ല, അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറ്റം പറയില്ല. ഇതിൻ്റെ മുഴുവൻ കുറ്റക്കാരും ഇതിൻ്റെ ഉള്ളിലെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അത് ഇവിടുത്തെ ജീവനക്കാർ, ഇവിടുത്തെ വ്യവസ്ഥിതിയിലെ ഈ സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പോലും അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ 2026 നീറ്റ് എന്ന ഒരു വിഷയമെടുത്ത് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ കഥയിലേക്കൊന്ന് ശരിക്കും നോക്കാം. ഈ നീറ്റ് പരീക്ഷ മെയ് മാസം 3-ാം തീയതിയാണ് ആദ്യ പരീക്ഷ നടക്കുന്നത്. പരീക്ഷ കഴിഞ്ഞു, സാധാരണ പരീക്ഷ കഴിയണ മാതിരി നടന്നു. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചോദ്യപേപ്പർ പുറത്തായ വാർത്തകൾ ഈ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിറച്ച് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ നിലവിലെ സർക്കാർ എന്ത് ചെയ്തു? മെയ് 12-ാം തീയതി ഇതിൻ്റെ റിസൾട്ട് പോലും പ്രഖ്യാപിക്കാതെ ആ പരീക്ഷ തന്നെ റദ്ദാക്കി. ഇതാണ് ചെയ്തത് ആദ്യത്തെ. അത് കഴിഞ്ഞിട്ട്, കാരണം അഡ്മിഷൻ ഒരു കൊല്ലം നഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. കുട്ടികളെല്ലാം ടെൻഷനായി. കാരണം പരീക്ഷ എഴുതിയവരുടെ പരീക്ഷ റിസൾട്ട് വരാതെ പരീക്ഷ റദ്ദാക്കിയപ്പോൾ ഒരുപാട് നിരപരാധികൾക്ക് ഭയങ്കര ടെൻഷൻ വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ, അതായത് 12-ാം തീയതി ഈ ആദ്യത്തെ പരീക്ഷ റദ്ദാക്കിയതിനു ശേഷം ഉടൻ തന്നെ അടുത്ത പരീക്ഷ ഉണ്ടാകുന്നതെന്ന് അനൗൺസ് ചെയ്തു. ജൂൺ 21-ന് പുതിയ പരീക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് ഉണ്ടായ സംഭവം. അതിൻ്റെ റിസൾട്ട് ജൂലൈ 16-ാം തീയതി പ്രഖ്യാപിച്ചു. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജൂലൈ അവസാനമാകുമ്പോഴേക്കും അതിൻ്റെ കൗൺസിലിങ്ങും അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഇവിടെയില്ല. ശരിയാണ്, പരീക്ഷയിൽ ആദ്യം നടത്തിയ പരീക്ഷയിലെ ചോദ്യപേപ്പർ പുറത്തു പോയിട്ടുണ്ട്. ഇത് ഈ കൊല്ലമല്ല, ഇതിന് മുന്നേ 5-6 തവണ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു 3-4 പ്രാവശ്യം നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം രണ്ടാമത് പരീക്ഷ പോലും നടത്തിയില്ല. ആ നീറ്റ് പരീക്ഷ വേണ്ടെന്ന് വെച്ചു. അതായത് സംസ്ഥാനങ്ങളോട് അഡ്മിഷൻ എടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പം ഈ നാറ്റക്കളി കളിക്കുന്നവർ. ഇനി അവരുടെ കഥയിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ജൂലൈ 16-ന് ഈ രണ്ടാമത്തെ പരീക്ഷയുടെ പ്രഖ്യാപനം കഴിഞ്ഞു. ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം. മെയ് 12-ന് ആദ്യത്തെ പരീക്ഷയുടെ റിസൾട്ട് പുറത്തുവിടാതെ ആ പരീക്ഷ തന്നെ റദ്ദാക്കുന്നു. എന്നിട്ട് ജൂൺ 21-ന് പുതിയ പരീക്ഷ പ്രഖ്യാപിക്കുന്നു. ഈ സമയത്താണ് ജൂൺ 6-ന് ഈ CJP എന്ന് പറയുന്ന ഈ കോക്രോച്ച് പാർട്ടി, അതിൻ്റെ ഇടയിൽ തന്നെ ഓൺലൈനിൽ ഇങ്ങനെ രൂപീകരിച്ചിരുന്നു. ഈ മെയ് മാസത്തിൽ തന്നെ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള
പ്രചാരണങ്ങളും PR വർക്കുകളിലൊക്കെ ബലമായിരിക്കും. അല്ലെങ്കിലൊന്നും ഇത്ര പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് മില്യൺ ആൾക്കാർ ആ ഒരു വെബ്സൈറ്റിൽ ലൈക്ക് അടിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ പല കോമാളികളായ MLA ആയി ജയിച്ചവരും MP ആയി ജയിച്ചവരും ഈ PR വർക്ക് നടത്തിയിട്ട് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ പറ്റിച്ചിട്ട് അവരുടെ തനി രൂപം നമ്മൾ കണ്ടതാണ്. പെണ്ണുപിടി, പീഡനം, ഇങ്ങനത്തെ കഥകളും അല്ലാതെ അവർക്ക് നല്ലൊരു കാര്യം വരില്ല. 2014 നമ്മുടെ പ്രധാനമന്ത്രി ജയിച്ചു വന്ന് ഇവിടെ ഓരോ കാര്യങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ ആദ്യം ഇതിലൊരുത്തം തന്തയ്ക്ക് വിളിച്ചു. പ്രധാനമന്ത്രിയുടെ തന്തയുടെ തറവാട്ട് സ്വത്തല്ല ഇന്ത്യ. ആ പ്രസംഗം എപ്പോഴും യൂട്യൂബിൽ കിട്ടും. അവൻ്റെ ശിങ്കിടി ഇപ്പോൾ പീഡനങ്ങളുടെ ഒരു കൂമ്പാരാണ്. അതിൻ്റെ കേസുകളായി നടക്കുന്നവൻ അതേ വാക്ക് റിപ്പീറ്റ് ചെയ്തു. അതായത് തന്തയ്ക്ക് വീണ്ടും പ്രധാനമന്ത്രിയെ വിളിച്ചു. തന്തയ്ക്ക് വിളിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ ഒരു രസം കേൾക്കണോ, അവൻ്റെ നേതാവാണ് ലീഡർ K. കരുണാകരൻ. ആ കരുണാകരൻ്റെ മകനും മകളും കോൺഗ്രസിലെ വലിയ നേതാക്കളാണ്. ആ വലിയ നേതാക്കൾ അവിടെ തുടരാൻ സമ്മതിക്കാതെ അവിടെ പലതരം തിരുത്തൽവാദികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ശല്യം സഹിക്കാതെ ഒരു സമയത്ത് ഈ മകൻ ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. മകൾ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയേ ചെയ്തിട്ടുള്ളൂ, പുറത്തു പോയിട്ടില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പം എന്തുണ്ടായി, ആ പാർട്ടിയിലെ അവഗണന കാരണം ഈ മകനും മകളും ഒക്കെ ഉണ്ട്. പക്ഷെ മകൻ തിരിച്ചു പോയി. മകൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ ദേശസ്നേഹം, ദേശത്തിൻ്റെ ഭാവി, ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യക്ക് കിട്ടിയ ഈ ഇമേജൊക്കെ കണ്ടപ്പോൾ നരേന്ദ്രമോദിയിലുള്ള ആ വികാരം, ആ വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ഇത് പറയില്ലേ, മോദിയോടുള്ള ഒരു എല്ലാവർക്കുമുള്ള ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് മകൾ പത്മജ പാർട്ടി മാറിയപ്പോൾ ഈ ജിഹാദിയുടെ ഈ ശിങ്കിടിയായ ഈ പെണ്ണുപിടിയൻ പറയാണ്, ഈ മകളുടെ DNA ടെസ്റ്റ് നടത്തണം, കരുണാകരൻ്റെ മകളല്ല എന്നൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ആ പ്രസംഗങ്ങൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് അവന് തന്നെ അവൻ്റെ പീഡന കേസിൻ്റെ ഭാഗമായിട്ട് അതേ DNA ടെസ്റ്റ് അവന് ചെയ്യേണ്ടി വരികയാണ്. ഇതാണ് ദൈവം കൊടുക്കുന്ന പണി. ഇതൊക്കെ ഇനിയും വരാൻ പോകുന്നതാണ്. ആ വിഷയം അവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ജൂൺ 6 ആദ്യത്തെ പരീക്ഷ റദ്ദാക്കിയപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ രൂപീകരിച്ച ഈ CJP പാർട്ടി, അതിൻ്റെ നേതാവായ ദീപ് കെ, അദ്ദേഹം എങ്ങനെ അതിൻ്റെ നേതാവായി ഒന്നും അറിയില്ല. ഇന്ത്യയിലല്ല ഇദ്ദേഹം ഇരിക്കുന്നത്, പുറം രാജ്യത്താണ്. അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഓൺലൈൻ വേദി ഉണ്ടാക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ ലൈക്കും ഇതൊക്കെ കിട്ടുന്നു. സത്യത്തിൽ അതിലുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നീറ്റ് പരീക്ഷയല്ല താല്പര്യം. അതിൽ ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്തു നോക്കിയാൽ അത് മനസ്സിലാകും. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ സമരത്തിലും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ജൂൺ 6 ഇവിടെ ഈ സമരവുമായിട്ട് CJP മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഈ പറയുന്ന ദീപ് കെ വിദേശത്ത് നിന്ന് ഇവിടെ വരുന്നു. കാരണം ഓൺലൈനിൽ വലിയ സംഭവമാക്കി PR വർക്ക് ചെയ്തിട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ലിസ്റ്റ് കേന്ദ്രം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു നീറ്റ് പരീക്ഷ എന്നൊരു സംഭവം പുറത്ത് എടുത്ത് കാണിച്ചുകൊണ്ട് കുട്ടികളുടെ ആത്മഹത്യ, മരണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വളരെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യാനൊക്കെ ഇതുവരെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ജൂൺ 6 ഈ സമരത്തിന് പ്രഖ്യാപിക്കുന്നു, ആ സമരം തുടങ്ങി വയ്ക്കുന്നു. അപ്പോഴൊന്നും ആരും ഇല്ല, ആരോ അതിൻ്റെ പിന്നാലെ കൂടിയില്ല. സത്യത്തിൽ ഈ കോൺഗ്രസ്സോ CPM അല്ലെങ്കിൽ മറ്റുള്ള കിണ്ടി മുന്നണിയിൽ ആരെങ്കിലും ഇവരെ ശ്രദ്ധിക്കാൻ പോയില്ല. അതിനൊരു കാരണമുണ്ട്, അവർക്ക് പേടിയായി. പണ്ട് AAP പാർട്ടി വന്നപ്പോൾ ഇവർ പിന്നാലെ കൂടി. ആ സമയത്ത് AAP അങ്ങോട്ട് വളർന്നുപോയി. അവർ 2 സംസ്ഥാനം തന്നെ ഭരണം പിടിച്ചു. അവിടെയൊക്കെ കോൺഗ്രസ് ഔട്ടായി. ആ ഒരു പാഠം നിലനിൽക്കുന്ന കാരണം അവർ ഈ CJPയുടെ പിന്നാലെ പോവാൻ നിന്നില്ല. ആ ഒരു പേടി അവർക്കുണ്ട്. അത് കാരണമാണല്ലോ പിന്തുണ കൊടുക്കാഞ്ഞത്. പക്ഷേ CJP സ്വന്തമായിട്ട് ഈ ദീപ് കെ പറയുന്ന വ്യക്തി സ്വന്തമായിട്ട് ജൂൺ 6 സമരം പ്രഖ്യാപിച്ച് സമരമായി മുന്നോട്ട് പോകുന്നു. ആ സമരത്തിൽ അല്ലെങ്കിൽ ആ സമരത്തിൽ അവർ ആവശ്യപ്പെടുന്നത് പരീക്ഷാ ക്രമക്കേടുകൾ
നീറ്റ് പരീക്ഷയിലുണ്ടായ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ ക്രമക്കേടുകൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഇതാണ് മൂപ്പരുടെ ആവശ്യം, അന്നത്തെ ഈ ജൂൺ 6 ആവശ്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ 6 പ്രാവശ്യം നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ട് ഒരു പ്രാവശ്യം ആ പരീക്ഷ പിന്നെ നടത്തുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ ആരെങ്കിലും ഈ അന്നത്തെ UPA സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശം വേറെയാണെന്ന് വളരെ ക്ലിയറാണ് പിക്ചർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജൂൺ 6 സമരം പ്രഖ്യാപിച്ചു. ആ സമരമൊന്നും വലിയ ശക്തമാവില്ല, കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും അതിന് പിന്നാലെ പോകാനോ ഒന്നിനും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജൂൺ 28 ആക്ടിവിസ്റ്റ്, ലഡാക്കിലുള്ള ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് ഇതിൽ ചേരുകയാണ് ഈ സമരത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ പറയുന്നില്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. ലഡാക്കുകാരനാണ് ആൾ. പേഴ്സണലി നല്ല വ്യക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു എൻജിനീയറാണ്, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വളർന്നു വന്നവനാണ്, പ്രകൃതി സ്നേഹിയാണ്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ഉണ്ട്. പക്ഷേ ഈ പ്രകൃതി സ്നേഹം കൊണ്ട് അദ്ദേഹത്തിനുള്ളൊരു കുഴപ്പമുണ്ട്. കാരണം ലഡാക്കാണല്ലോ, അറിയാലോ. ലഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാലോ. ഈ പ്രകൃതി സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ പാകിസ്ഥാൻ സ്നേഹം കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, കാരണം ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്ന നമ്മുടെ ആ നദികളൊക്കെ അടച്ചും ബന്ദോബസ്താക്കി ഡാമുകൾ കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ഈ വാങ്ചുങ്ങിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതവിടെ നിൽക്കട്ടെ. ഈ സമരത്തിൽ അദ്ദേഹം എടുത്ത രൂപം എന്താ വെച്ചെങ്കിൽ, ഈ നീറ്റ് പരീക്ഷയോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജൂൺ 28 ഇതിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പരീക്ഷയും കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും വന്നൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് മൂപ്പര് ഇതിൽ വന്ന് ചേർന്നിട്ട് മൂപ്പരെടുത്ത അടവെന്താ വെച്ചാൽ മൂപ്പരുടെ കയ്യിൽ അത് സ്റ്റോക്കുണ്ട്. കുറച്ച് വയസ്സായ ആളാണ് മൂപ്പര്. നിരാഹാര സമരം അങ്ങോട്ട് തുടങ്ങി ഇതിൽ വന്ന് ചേർന്നിട്ട്. നിരാഹാര സമരം തുടങ്ങുന്നത്. അപ്പോൾ ഈ നിരാഹാര സമരം അറിയാലോ, ആദ്യം ആരും മൈൻഡ് ചെയ്യില്ല. അതിന് വലിയ എന്താ പറയില്ലേ, വലിയ പ്രസിദ്ധിയൊന്നും കിട്ടുന്നില്ല. പക്ഷേ സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വാച്ച് ചെയ്യും. എവിടെ നിരാഹാര സമരം ആര് ചെയ്യുമ്പോഴും അതിൽ സർക്കാർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. കാരണം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്, നിരാഹാരം കിടക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ നിരാഹാരം ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ സർക്കാർ അതിൽ ഇടപെടും, അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തും. ഇത് സാധാരണ ഇവിടെയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നിരാഹാരം ആരംഭിക്കുന്നു. ഈ നിരാഹാരം ആരംഭിക്കുമ്പോൾ ജൂലൈ 20 ഈ CJPയുടെ നേതാവ് അതായത് സമരം ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പുള്ളി പുതിയൊരു അടവെടുത്തു. അതാണ് ഇവിടുത്തെ നമുക്ക് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട കാര്യം. അതായത് ജൂലൈ 20 ഇവർ ഈ സമരത്തിൻ്റെ സ്വഭാവം മാറ്റുകയാണ്. ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ജൂലൈ 20 ഇവർ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. ജന്തർ മന്ദറിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ പാർലമെൻറ്റ് മന്ദിരവും ആ പരിസര പ്രദേശങ്ങളും ഈവൻ ജന്തർ മന്ദർ ഉൾപ്പെടെയുള്ള ഈ ഭാഗങ്ങളെല്ലാം അതീവ സുരക്ഷാ മേഖലയാണ് അന്ന് ആ ഒരു പാർലമെൻറ്റ് ആക്രമണം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവിടെ CCTV നിരീക്ഷണം, 24 മണിക്കൂറും റോന്ത് ചുറ്റുന്ന മിലിറ്ററി, ഡൽഹി പോലീസൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണിതൊക്കെ. അവിടെയാണ് ജന്തർ മന്ദറിൽ സമരം ചെയ്തിട്ട് ഇരിക്കുന്നത്, തണുപ്പ് കൊണ്ടിട്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്താണ് 28 ജൂൺ 28 ഈ ലഡാക്കുകാരൻ നിരാഹാര സമരം വന്ന് തുടങ്ങുന്നത്. എന്നിട്ടും വലിയ കാര്യമായിട്ട് ഇതിനൊരു ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ്
ഈ ജൂലൈ 20 പാർലമെൻറ്റ് മാർച്ച് CJP നടത്തുകയാണ്. ആ പാർലമെൻറ്റ് മാർച്ച് നടത്താൻ വേണ്ടി അവർ വളരെയധികം ആസൂത്രണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ സംശയകരമായ കാര്യം. കാരണം ഈ CJP നേതാവ് അതും വിദേശത്തിരുന്നു കൊണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു സംഘടന നടത്തി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പിന്നിലെ എന്തോ ശക്തിയുണ്ട്. നമ്പർ 1 ആ ശക്തി ഈ നേതാവ് ഡൽഹി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ അങ്ങ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വിചാരിച്ചു. ആരും മൈൻഡ് തന്നെ ചെയ്തില്ല. സാധാരണ ഒരു മനുഷ്യൻ വന്ന് ഇറങ്ങി പുറത്ത് പോണ പോലെ പോയാൽ നിസ്സാരമായിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ പരീക്ഷ രണ്ടാമത് നടന്നു, അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു. എന്നിട്ടും ഇപ്പോൾ അത് പറഞ്ഞിട്ട് വീണ്ടും ഈ പണിക്കൊക്കെ ഇറങ്ങണത്. എന്തെങ്കിലും സബ്ജക്റ്റ് എടുത്ത് ജനശ്രദ്ധ പിടിക്കുക, എന്നിട്ട് കുട്ടികളുടെ ടെൻഷൻ പറയുക, കുട്ടികളുടെ മരണം പറയുക. എടോ ചെങ്ങായിമാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മെഡിസിന് സീറ്റ് കിട്ടിയ കുട്ടികൾ, അത് കിട്ടാത്ത കഥയും പരീക്ഷ കഥയിലേക്കല്ല പറഞ്ഞത്, സീറ്റ് കിട്ടിയ കുട്ടികൾ പരീക്ഷയുടെ ഭാരം കാരണം, പഠിക്കാനുള്ള ഭാരം കാരണം, അവരുടെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ കാരണം പല കുട്ടികളും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. കേരളത്തിൽ ഇപ്പോൾ ഈ 1-2 മാസത്തിനുള്ളിൽ 3 കുട്ടികളാണ് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ ഈ ജൂലൈ 20 നടക്കുന്ന പാർലമെൻറ്റ് മാർച്ച് ഇത്രയും ശക്തമായിട്ട് അവിടെ അത് ആരാണ് ആസൂത്രണം ചെയ്തത്? കാരണമൊന്നുമല്ല, അവിടെ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ പല ആക്ടിവിസ്റ്റുകൾ, എന്താ പറയുക, അവതാരകർ, കാടൻ പാട്ട് പാടി നടക്കുന്നവർ, അങ്ങനെ പലരും, ഞാനിപ്പോൾ ഒരാളുടെയും പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരൊക്കെ അവിടെ ഈ ജൂലൈ 20 അവിടെ എത്തുന്നു. ആദ്യം ജന്തർ ബന്തറിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സീനുകൾ ഉണ്ടാക്കുന്നു, അവിടെ ഇവിടെയും പ്രസംഗിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ പോലീസ് എന്ത് ചെയ്തു? അതിൻ്റെ 2 ഭാഗം അടച്ചു. കാരണം ഇവരെ പുറത്തേക്കൊന്നും ഇനി പോകണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയവർക്ക് ആര് ഭക്ഷണം കൊടുക്കാനാണ്? അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് കഴിയുമ്പോഴേക്കും ഇന്നും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നമ്മൾ കണ്ടത് എന്താണ്? ഭക്ഷണം പല രീതിയിൽ പല ഭാഗത്ത് നിന്ന് അവിടെ വന്ന് നിറയാണ്. ബംഗ്ലാദേശിൽ നിന്ന് പോലും അവിടെ ഭക്ഷണ പാക്കറ്റുകൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താണ്, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ പോലീസ് ജന്തർ ബന്തറിൽ പോലീസിനെ അടിച്ച് നിരപ്പാക്കുന്നു. CJP പ്രവർത്തകർ സമാധാനപരമായിട്ടത്രേ അവർ സമരം ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന വീഡിയോയിൽ പോലീസ് വാഹനങ്ങൾ അടിച്ച് തകർക്കുന്നു, പോലീസുകാരെ അടിച്ച് ഒതുക്കുന്നു. 5, 6, 7 IPS ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന റാങ്കിലുള്ളവർ അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലൈസായി. അതേമാതിരി 100-100 ചില പോലീസുകാർ അടികൊണ്ട് പരിക്ക് പറ്റിയ ആസ്പത്രിയിലാണ്. ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. എന്താ പോലീസുകാരോട് വെറുതെ അടിക്കാൻ പറഞ്ഞിട്ട്? അപ്പം ഇതാണോ സമാധാനപരമായ സമരം? അപ്പോൾ ഇത് വലിയ ന്യൂസായി. അങ്ങനെയാണ് ഇവർ പാർലമെൻറ്റ്, അറിയാലോ, പാർലമെൻറ്റിൻ്റെ അവിടെ സുരക്ഷയുള്ള പ്രദേശമാണ്. അവിടെ വെടിവെക്കാൻ വരെ ഓർഡർ കൊടുക്കാനുള്ള സ്ഥലമാണ് ആ സ്ഥലം. അവിടേക്കാണ് ഈ പണി നടത്താൻ പോകുന്നത്. അപ്പോൾ 20-ാം തീയതി ഈ ആക്ടിവിസ്റ്റുകളെയൊക്കെ വിളിച്ചു വരുത്തി. അപ്പോൾ ഇതിന് വളരെ വെൽ ഓർഗനൈസ്ഡാണ് പരിപാടി. അതേമാതിരി തന്നെ പിടികിട്ടാത്ത പല തീവ്രവാദികൾ അവിടെ വന്നിട്ടുണ്ട്. എന്താണ് ഖലിസ്ഥാൻ പഞ്ചാബിൽ അറിയാലോ, അതാണല്ലോ നമ്മുടെ കേജ്രിവാളിന് കിട്ടിയ പണി. ആ ഖലിസ്ഥാൻവാദികൾ ഇവർക്ക് $1 മില്യൺ സംഭാവന ഓഫർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലതരം തീവ്രവാദികൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവരുടെ ആ സാമ്പത്തിക കാര്യങ്ങളും അന്വേഷണത്തിലുണ്ട്. അതൊക്കെ വരും. അല്ലാതെ തന്നെ പരസ്യമായിട്ട് അത് കാണാൻ പറ്റി, ഇത് പരസ്യമായിട്ട് കേൾക്കാൻ പറ്റി. ആ ഫുഡ് വന്ന പാക്കറ്റുകൾ കണ്ടു. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്നു എന്ന് പറയണത്. ഇതൊക്കെ എങ്ങനെ ഇന്ത്യയിലെത്തി? അപ്പോൾ ഇവർക്കൊരു വലിയ ലിങ്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ട. അന്ന് 26 ആൾക്കാരുടെ മുണ്ട് പൊക്കി ജെട്ടി അയച്ചു നോക്കിയിട്ട് വെടിവെച്ച് കൊന്ന് ഇവിടെ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ അവർക്കുള്ള വഴികൾ ഇതിൽ കുറേ ആൾക്കാർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മനോഭാവമായിട്ട് ഇപ്പോഴും നീറ്റൊന്നൊരു വിഷയമേ അല്ല.
നീറ്റ് പ്രശ്നമേ തീർന്നു, കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ പോവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ആ സമയത്ത് ഇതൊരു വലിയ സംഭവമാകുന്നു എന്ന് മനസ്സിലായപ്പോൾ, അതായത് ജൂലൈ 20 പാർലമെൻറ്റ് മാർച്ച് ഈ CJP നടത്തിയത്, ജൂലൈ 21 ഇത് പെട്ടുപോയി, ഇനി നമ്മൾ ഉണ്ടാതിരുന്ന പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് അങ്ങോട്ട് ചാടി ഇറങ്ങണ്. ഇതിൻ്റെ ആ പിതൃത്വം മുഴുവൻ അങ്ങോട്ട് പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ അന്ന് കോൺഗ്രസിൻ്റെ എന്തോ ഒരു സമ്മേളനം അവിടെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രി, കാരണം എല്ലാ മുഖ്യമന്ത്രിമാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, പിന്നെ MP അവിടെ ഉണ്ട്. പെട്ടെന്ന് ഈ 20-ാം തീയതി ഇതൊരു വലിയ സംഭവമായിട്ട് കണ്ടപ്പോൾ അവർ വിചാരിച്ചു, അയ്യോ ഇനി ഉറങ്ങിയിരുന്ന അതിൻ്റെ ക്രെഡിറ്റ് പോവും, ആ പിതൃത്വം പിടിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ സഖാക്കന്മാർ ഒന്ന് കളിച്ചു, അത് അവിടെ നിൽക്കട്ടെ, അവരും ഇത് ഒന്ന് പിടിച്ചെടുക്കാൻ നോക്കി. പക്ഷേ കോൺഗ്രസ് ശരിക്കും കളിച്ചു. പക്ഷേ ഈ പെട്ടുപോയത് മുഖ്യമന്ത്രി ഇതിന് പോയതല്ല, കേരള മുഖ്യമന്ത്രി. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു, ഇവരൊക്കെ കൂടി ചെല്ലുന്നു, പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, പോലീസ് വരുന്നു. അതൊക്കെ ജാഗ്രതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവരെയൊക്കെ വലിച്ചടച്ചു എന്നൊക്കെ പറയും. സ്വാഭാവികമല്ലേ, ഒരു സത്യാഗ്രഹം പറഞ്ഞ് പ്രധാനമന്ത്രി വീണ്ടും പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വലിച്ച് കയറ്റാൻ നോക്കും, അപ്പോൾ കയറില്ല, അപ്പോൾ പിടിച്ച് വലിക്കും, ഒക്കെ സ്വാഭാവികം തന്നെയാണ്. അതവിടെ സംഭവിച്ചു. അത് വലിയ സംഭവമാക്കുന്നു. പിന്നെ അത് തന്നെ ചാനലുകൾ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രസമുണ്ട്. ഈ സത്യാഗ്രഹം ഇരിക്കുമ്പോൾ കേന്ദ്ര പാർലമെൻ്ററി മന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും വന്ന് പ്രതിപക്ഷ നേതാവിനോട് ആ സമര സ്ഥലത്ത് ഇരിക്കുന്നിടത്ത് വന്ന് പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ വേണ്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യം പാർലമെൻറ്റിൽ നീറ്റ് പരീക്ഷ ചർച്ച ചെയ്യണം. അപ്പോൾ പാർലമെൻ്ററി മന്ത്രി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞില്ലേ, പരീക്ഷയും കഴിഞ്ഞില്ലേ, റിസൾട്ട് വന്നില്ലേ, ഇനി എന്താ ചർച്ച ചെയ്യാമെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല, ചർച്ച ചെയ്യണം. ശരി, അങ്ങനെ പുള്ളി മുകളിൽ സംസാരിച്ച് ഓക്കെ ചർച്ച ചെയ്യാമെന്നുള്ള ലെറ്ററായിട്ട് കൊടുത്തു. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന തന്തയില്ലാത്ത മനുഷ്യൻ ആ വാക്കങ്ങോട്ട് മാറ്റി. അത് പറ്റില്ല, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അതായി പിന്നത്തെ ആവശ്യം. എന്തൊരു സ്വഭാവം അത്! ഒരു ഉറച്ച വാക്കെന്തിനെങ്കിലും വേണ്ടേ? അങ്ങനെ ഇനിയിപ്പോൾ അത് സമ്മതിച്ചു വിചാരിക്കുക. അപ്പോൾ പിന്നെ പുള്ളി പറയും, അത് പറ്റില്ല, പ്രധാനമന്ത്രി രാജിവെക്കണം. അതും ശരി, എന്നാൽ പ്രധാനമന്ത്രി രാജിവെച്ച എന്നെ പ്രധാനമന്ത്രി, അതും പറയും ഈ പൊട്ടത്തരം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവക്കാരനെ ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നവർ എടുത്ത തീരുമാനം. ഇവിടെ നീറ്റ് പരീക്ഷ ഭംഗിയായി രണ്ടാമത് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ കൗൺസിലിംഗ് കഴിഞ്ഞ് അത് അഡ്മിഷൻ തുടങ്ങും, അത് വൃത്തിയായി തന്നെ പോകും. ഇവിടെ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, നീറ്റ് പരീക്ഷയല്ല വിഷയം. ഈ CJP അന്യ രാജ്യത്തിരുന്നു കൊണ്ട് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ, ഇന്ത്യയുടെ കുതിപ്പിനെ തടുക്കുക, ഇതിനൊരു വലിയ വിദേശ ശക്തികൾ ഇവിടെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷനിൽ കളിച്ചു, അത് വിജയിച്ചില്ല, ഇപ്പോൾ തുടർന്നും കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടുത്തെ ജനങ്ങൾ കരുവാകുകയാണെന്ന് എല്ലാവരും ഓർത്തുകൊള്ളുക.